പ്രിയ സഹോദരങ്ങളെ, ദൈവം ആരാണെന്നും ദൈവ സ്വഭാവം എന്താണെന്നും പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ പരിശുദ്ധ അമ്മ പഠിപ്പിക്കുന്ന ദൈവത്തെ നമുക്കൊന്ന് തിരിച്ചറിയാൻ ശ്രമിക്കാം. ആവേ മരിയ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും നമുക്ക് ഈ നിമിഷം ഒന്ന് ഓർത്ത് നോക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ഞങ്ങളെ കൈവിടാതെ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ജീവിതാനുഭവം മുഴുവനും അതാണ്. അതുകൊണ്ട് തന്നെ അമ്മയെ ഞങ്ങൾക്ക് അമ്മ എന്ന് വിളിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈ സ്നേഹ വാത്സല്യ നിധിയായ അമ്മയെ അമ്മയെ എന്ന് വിളിച്ച് പാടി പ്രാർത്ഥിക്കാം. പാവന ജനനി പരലോകരാജ്ഞി പരമപിതാവിൻ്റെ പ്രിയപുത്രി, ഈഴകൾ ഞങ്ങൾ കേണു വിളിക്കുമ്പോൾ അഭയം നൽകണം അമ്മേ, അഭയം നൽകണം അമ്മേ. പാവന ജനനി പരലോകരാജ്ഞി പരമപിതാവിൻ്റെ പ്രിയപുത്രി. പരിശുദ്ധ അമ്മയെ മാതാവേ, അമ്മ കർത്താവിൻ്റെ ദാസിയാണെന്ന് സ്വയം പറഞ്ഞു. ഞങ്ങളുടെ ജീവിതത്തിലെ കണ്ണുനീരൊന്നും വൃഥാവിലാകില്ലെന്ന് അമ്മ ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണല്ലോ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കണ്ണുനീരിനൊപ്പം അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. കർത്താവിൻ ദാസിയ മേരി, തിരുഹിതം കൈക്കൊണ്ട നാഥേ, കർത്താവിൻ ദാസിയ മേരി, തിരുഹിതം കൈക്കൊണ്ട നാഥേ, കണ്ണീരിൻ നടുവിലും തിരുമനസ്സറിയാൻ വരവും കൃപയും നീ തരണേ, വരവും കൃപയും നീ തരണേ. പാവന ജനനി പരലോകരാജ്ഞി പരമപിതാവിൻ്റെ പ്രിയപുത്രി. പുത്രനായ ദൈവം കുരിശിൽ കിടന്നുകൊണ്ട് ഇതാ നിന്റെ അമ്മ എന്ന് ഞങ്ങളോട് പറഞ്ഞപ്പോൾ, പരിശുദ്ധ അമ്മേ, നീ ലോകം മുഴുവൻ്റെയും എൻ്റെയും അമ്മയായി. അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിഷമങ്ങൾ അറിയുന്ന അമ്മേ, ഞങ്ങളെ കൈവിടാതെ നിന്റെ പുത്രൻ്റെ കുരിശിനോട് ചേർത്ത് നിർത്തണമേ. ക്രൂശിൽ പിടയുന്ന നാഥൻ മാനവർക്കേകിയോരമ്മേ, ക്രൂശിൽ പിടയുന്ന നാഥൻ മാനവർക്കേകിയോരമ്മേ, കഥനം തിങ്ങുമി ജീവിതയാത്രയിൽ താങ്ങായി തണലായി നീ വരണേ,
താങ്ങായി തണലായി നീ വരണേ. പാവന ജനനി പരലോകരാജ്ഞി പരമപിതാവിൻ്റെ പ്രിയപുത്രി, ഈഴകൾ ഞങ്ങൾ കേണു വിളിക്കുമ്പോൾ അഭയം നൽകണം അമ്മേ, അഭയം നൽകണം അമ്മേ, അഭയം നൽകണം അമ്മേ. പരിശുദ്ധ അമ്മയുടെ സ്നേഹവും സാന്നിധ്യവും സഹായവും എപ്പോഴും നമ്മുടെ ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഒരു വലിയ യുദ്ധം തന്നെയാണ്. സർവശക്തനായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ആ സൃഷ്ടിയുടെ പൂർണ്ണതയിൽ ഓരോരുത്തരിലേക്കും തൻ്റെ ആത്മാവിനെ അവിടുന്ന് നിവേശിപ്പിച്ചു. ഈ ആത്മാവ് നമ്മിൽ കുടികൊള്ളുകയും സ്വർഗം ലക്ഷ്യമാക്കി സഞ്ചരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും അവസാനം ദൈവത്തിലേക്ക് ഈ ആത്മാവ് തിരികെ എത്തുകയും ചെയ്യുന്നു. മനുഷ്യനെ മറ്റുള്ളതിൽ നിന്നെല്ലാം വ്യത്യസ്തനാക്കുന്ന ഈ ആത്മാവ് തന്നെയാണ് അവൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമായിട്ട് മാറുന്നതും. അതുകൊണ്ടാണല്ലോ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 8-ാം അധ്യായത്തിൻ്റെ 36-37 വചനങ്ങളിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? സ്വന്തം ആത്മാവിന് പകരമായി അവൻ എന്ത് കൊടുക്കും? പ്രിയപ്പെട്ടവരെ, ആത്മാവിനെതിരെ നടക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പരിശുദ്ധ അമ്മ ആംസ്റ്റർഡാമിൽ പ്രത്യക്ഷപ്പെടുന്ന ആ സമയത്ത് അമ്മ പ്രത്യേകം ഓർമ്മിപ്പിച്ച ഒരു കാര്യമാണ്, മക്കളെ, ഇനി നടക്കാനുള്ള യുദ്ധം രാജ്യങ്ങൾ തമ്മിലുള്ളതല്ല, മറിച്ച് ആത്മാവിനെതിരെയാണ്. ആത്മാവിനെതിരെ നടക്കുന്ന യുദ്ധത്തിൽ നിങ്ങൾ എന്നോടൊപ്പം പങ്കുചേരുക. നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കേണ്ടി വരും. ഏത് ഭാഗമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് അമ്മ അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ആത്മാവിനെതിരെ നടക്കുന്ന യുദ്ധത്തിൽ ഒരു ദൈവ പൈതലിനെ പരിശുദ്ധ അമ്മ എങ്ങനെയൊക്കെ സഹായിക്കുമെന്നും ആ അമ്മയുടെ വലിയ ദൗത്യം എന്താണെന്നും നമ്മൾ ഒരുമിച്ചൊന്ന് കാണുകയാണ്. പരിശുദ്ധ അമ്മ ഓർമ്മിപ്പിച്ചതുപോലെ ആത്മാവിനെതിരെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ പ്രിയപ്പെട്ടവർ, ഈ ആത്മാവ് ഏറ്റവും വിലപ്പെട്ടതാണ്. ഈ ആത്മാവിനെ വില കൊടുത്ത് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്രകാരമാണ് വിശുദ്ധ പാദ്രി പിയോ പറയുന്നത്, ആത്മാവിനെ മാത്രം ഒരിക്കലും സമ്മാനമായിട്ട് കിട്ടുകയില്ല. അതിനുവേണ്ടി വലിയ വില കൊടുത്തേ പറ്റൂ. അതിന് കൊടുത്തൊരു വലിയ വിലയുണ്ട്, അത് യേശുക്രിസ്തുവിൻ്റെ തിരുരക്തമാണ്. ഈശോയുടെ ജീവിതം മുഴുവൻ ഒരു പരിഹാര ബലിയായിട്ട് സമർപ്പിക്കാൻ കാരണമായി തീർന്നത് നമ്മുടെ ആത്മാവിനെ ഉള്ള ആ രക്ഷയെപ്രതി മാത്രമാണ്. അത്രയേറെ ശ്രേഷ്ഠമാണ്, അത്രയേറെ ശക്തവുമാണ്. ദൈവവും പിശാചും ഒരേപോലെ ഈ ആത്മാവിന് വേണ്ടി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പരിശുദ്ധമ്മ ഓർമ്മിപ്പിക്കുന്നത് പോലെ നമ്മൾ ഏത് ഭാഗത്താണ് നിൽക്കുക? ദൈവത്തിൻ്റെ ഭാഗത്ത് നിൽക്കുമോ അതോ ദൈവത്തിൻ്റെ ശത്രുവിൻ്റെ ഭാഗത്ത് നിൽക്കുമോ? ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമേ നമുക്ക് നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വചനവും പരിശുദ്ധ അമ്മയും വളരെ വ്യക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഏത് ഭാഗം നമ്മൾ തിരഞ്ഞെടുക്കും, അതനുസരിച്ചിരിക്കും ബാക്കിയുള്ള നമ്മുടെ നന്മയോ തിന്മയോ സ്വർഗമോ നരകമോ ഒക്കെ. ഇത്തരണത്തിൽ വിശുദ്ധ മാക്സിമിലിയൻ കോൾബയുടെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്രകാരമാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുക, ആത്മാക്കൾക്കെതിരെയുള്ള നരകത്തിൻ്റെ യുദ്ധത്തിൽ ഏറ്റവും ബുദ്ധിമാൻ പോലും വിജയിക്കില്ല. അമലോത്ഭവനാഥയ്ക്ക് മാത്രമേ ഈ വിജയം ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ളൂ. തനിക്ക് പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ആത്മാക്കളെയാണ് അമ്മ അന്വേഷിക്കുന്നത്. അവരാണ് സാത്താനെ തകർത്ത് ദൈവരാജ്യം പണിയാനുള്ള അവളുടെ കയ്യിലെ ശക്തമായ ആയുധങ്ങൾ. പ്രിയപ്പെട്ടവരെ, യുദ്ധം വളരെ ശക്തമാണ്, ആത്മാവിന് വേണ്ടിയുള്ള യുദ്ധം. അങ്ങനെയെങ്കിൽ ഈ ആത്മാവ് എത്രമാത്രം ശ്രേഷ്ഠമാണെന്നുള്ള കാര്യം വിശുദ്ധാത്മാക്കൾ അവരുടെ ജീവിതങ്ങളിലൂടെ നിരന്തരം നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടായിരിക്കുന്നത്.
അമലോത്ഭവനാഥയ്ക്കും മാത്രമാണ് ഈ യുദ്ധത്തിൽ വിജയിക്കാനായിട്ട് ദൈവം അവസരം കൊടുത്തിട്ടുള്ളൂ. കാരണം പാപത്തിൻ്റെ ഒരു കറ പോലും ഏശാത്തവളാണ് അമ്മ. അശുദ്ധിയുടെ ഒരു ചെറിയ രേഖ പോലും അവളുടെ ജീവിതത്തിൽ കാണാനില്ല. നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ സമ്പത്ത് കൊണ്ടോ മറ്റേതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടൊന്നും ആത്മരക്ഷ നടക്കില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ടാണ് കർത്താവ് ഈ വിശുദ്ധാത്മാവിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ആത്മരക്ഷയും പരിശുദ്ധ അമ്മയുടെ സഹായവും എത്രയോ പ്രധാനപ്പെട്ട കാര്യമാണെന്ന്, എത്രയോ അടുത്ത് ചേർന്ന് പോകേണ്ട ഒരു കാര്യമാണെന്ന് നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിലെ 12-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനത്തിൽ വളരെ ശക്തമായിട്ടാണ് ഈ ആത്മീയ യുദ്ധത്തെക്കുറിച്ചുള്ള ബോധ്യം പരിശുദ്ധാത്മാവ് നമുക്ക് തരിക. ഇപ്രകാരമാണ് വചനം പറയുന്നത്: അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരും അവളുടെ സന്താനങ്ങളിൽ അവശേഷിക്കുന്നവരുമായവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ അത് നിലയുറപ്പിച്ചു. പ്രിയപ്പെട്ടവരെ നോക്കുക, വചനം വളരെ വ്യക്തമാണ്. ദൈവകൽപ്പനകൾ കാക്കുന്നവരോട്, യേശുവിന് സാക്ഷ്യം വഹിക്കാനായി ദൈവം വിളിച്ചു ചേർത്തവരോട്, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും തിരുസഭയുടെയും സന്താനമായിട്ടുള്ളവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ് തിന്മയുടെ ശക്തികൾ സാത്താൻ പുറപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ സൗഹൃദ സംഭാഷണം നടത്താനല്ല എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായി തിരിച്ചറിയേണ്ടതാണ്. യുദ്ധം ചെയ്യാനാണ് പുറപ്പെട്ടതെന്ന് തിരുവചനം നമ്മളെ ഇത്ര കൃത്യമായി ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അനുനിമിഷം ഈ യുദ്ധമുഖത്താണ് നിൽക്കുന്നത്. അനുനിമിഷവും ഈ യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ഈ യുദ്ധത്തിൻ്റെ സർവ്വസൈന്യാധിപയായിട്ട് പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. നൂറ്റാണ്ടുകളായി പരിശുദ്ധ അമ്മ യുദ്ധം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തിന്മയ്ക്കെതിരെയുള്ള ദൈവത്തിൻ്റെ യുദ്ധം നയിച്ചുകൊണ്ടിരിക്കാൻ സ്വർഗത്തിൻ്റെ സൈന്യാധിപയായിട്ട് അമ്മ കൂടെ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നല്ല വിജയത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം വളരെ ശക്തമായി നൂറ്റാണ്ടുകളിലേക്ക് നോക്കുക, ചരിത്രത്തിൽ നോക്കുക, അവിടെയൊക്കെ ദൈവമക്കൾക്ക് വിജയം തരാൻ വേണ്ടി അമ്മ യുദ്ധം ചെയ്ത ഒരുപാട് അനുഭവങ്ങൾ കടന്നു വരുന്നുണ്ട്. 1531 പരിശുദ്ധ അമ്മ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ മെക്സിക്കോയിലെ ഗാദലുപ്പയിൽ വന്നതിൻ്റെ ചരിത്രം ലോകം മുഴുവനും പ്രസിദ്ധമായിട്ടുള്ളതാണ്. പരിശുദ്ധ കത്തോലിക്ക സഭ അംഗീകരിച്ചിട്ടുള്ള മാതാവിൻ്റെ ശക്തമായൊരു പ്രത്യക്ഷീകരണം കൂടെയാണ് ഈ ഗാദലുപ്പയിൽ പരിശുദ്ധമ്മ വന്നതിൻ്റെ. പ്രിയപ്പെട്ടവരെ, അതിശക്തമായ ആത്മീയ യുദ്ധത്തിന് നടുവിലേക്കാണ് അമ്മയുടെ കടന്നു വരുന്നത്. ആ യുദ്ധ പശ്ചാത്തലം നമുക്കെല്ലാം വ്യക്തമാണ്. കാരണം മതവിശ്വാസം വളരെ കുറവായിട്ടുള്ള, എന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങളെ മാത്രം ആരാധിക്കുന്ന, അതിനേക്കാളുപരി സർപ്പദൈവങ്ങളെ ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു സമൂഹം, സൂര്യനെയും ചന്ദ്രനെയും ഭൂമിയിലുള്ള എല്ലാ ശക്തികളെയും ദൈവമായിട്ട് കാണുകയും, ചരിത്രത്തിൻ്റെ താളുകളിൽ നമ്മളിങ്ങനെ കാണുകയാണ് 80,000-ഓളം 40,000-ഓളം ആളുകളെയൊക്കെ കൈയും കാലും പിടിച്ചു കെട്ടിയിട്ട് ഹൃദയം കുത്തി തുറന്നെടുത്ത് ആ രക്തവും ആ തുടിക്കുന്ന ഹൃദയവും ഈ ദൈവങ്ങൾക്ക് കൊണ്ടുപോയി കൊടുത്ത് ആ ദൈവങ്ങളുടെ ക്ഷീണം മാറ്റാം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം. രാഷ്ട്രീയമായിട്ടും വളരെയധികം ദുഃഖത്തിലൂടെയും ദുരിതത്തിലൂടെയും കടന്നുപോയ ചൂഷണ വിധേയരായ ആ സമൂഹത്തിലേക്ക് പരിശുദ്ധ അമ്മ കടന്നു വരികയാണ് അതിശക്തയായ സുവിശേഷ പ്രഘോഷകയായിട്ട്. ആദിവാസിയായ ജുവാൻ ഡിയോഗ സംസാരിച്ചിരുന്ന തദ്ദേശീയ ഭാഷയിലാണ് അമ്മ സംസാരിക്കുന്നത്. ആ വാക്ക് പ്രത്യേകമായി ഇങ്ങനെയാണ്: ഗോഡ് ലാക്സ് ഒപ്പവ്. പക്ഷേ ഈ ഒരു വാക്കാണ് അമ്മ പറഞ്ഞത്. പക്ഷേ ഈ അമ്മ പറഞ്ഞ ഈ വാക്ക് ഇദ്ദേഹം ചെന്ന് ഒരു സ്പാനിഷ് ബിഷപ്പിനോടാണ് സംസാരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ജുവാൻ ഡിയോഗയുടെ തദ്ദേശീയ ഭാഷ മനസ്സിലാക്കാൻ പറ്റാത്ത സ്പാനിഷുകാരോട് ഇത് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായത് ഗാദലുപ്പ എന്നാണ്. ആദ്യം പറഞ്ഞ ആ വാക്കിൻ്റെ ഗോഡ് ലാക്സ് ഒപ്പവ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സർപ്പത്തിൻ്റെ തലയെ തകർത്തവൾ എന്നാണ്. യഥാർത്ഥത്തിൽ പരിശുദ്ധയമ്മ ഗാദലുപ്പയിൽ വരുന്നത് സർപ്പത്തിൻ്റെ തലയെ തകർത്തുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ജീവന് ഒരു മൂല്യവും കൊടുക്കാത്ത വിധത്തിൽ, ദൈവത്തിന് ഒരു സ്ഥാനവും ഇല്ലാത്തടത്തേക്ക് പരിശുദ്ധ അമ്മ കടന്നു വരുമ്പോൾ 7 ലക്ഷം അസ്റ്റക് ഗോത്രവംശീയർ ഒരുമിച്ച് വിശ്വാസത്തിലേക്ക് കടന്നു വരാനിടയാകുന്നൊരു സാഹചര്യമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അന്നു തൊട്ട് ഇന്ന് വരെ തീർത്ഥാടകരുടെ ഒരു വലിയ സംഘം അവിടുത്തെ കടന്നു വരികയാണ്. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിൻ്റെ വലിയൊരു സമൂഹം രൂപീകരിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. ഈ ആത്മീയ യുദ്ധത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പം പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യകാമറിയത്തെ കൂടാതെ ഈ ആത്മീയ യുദ്ധം വിജയിക്കുവാനായി നമ്മെക്കൊണ്ട് സാധ്യമല്ല.
തീർച്ചയായിട്ടും അമ്മയുടെ സഹായം നമുക്ക് ആവശ്യമാണ്. കാരണം സർപ്പത്തിൻ്റെ തലയെ തകർത്തവളുടെ കാൽപാദത്തിങ്കിൽ തന്നെ ഈ തിന്മയുടെ സ്വാധീന ശക്തികൾ തകരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെയാണ് വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട് പറയുന്നത്, ദൈവത്തിൻ്റെ സർവശക്തിയെക്കാളും മറിയത്തിൻ്റെ വിനയത്തെ പിശാച് അങ്ങേയറ്റം ഭയപ്പെടുന്നു. അവളുടെ ഒരു നെടുവീർപ്പ് സകല വിശുദ്ധരുടെയും പ്രാർത്ഥനയെക്കാളും അതിശക്തമാണ് എന്ന് വിശുദ്ധൻ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അമ്മ പറഞ്ഞ വാക്കുകളെ അല്പം കൂടി നമുക്ക് ഗവനിക്കാം. മക്കളെ, ഇനി നടക്കാൻ പോകുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, മറിച്ച് ആത്മാവിനെതിരെയുള്ള യുദ്ധമാണ്. ആത്മാവിനെതിരെ പടപൊരുന്ന തിന്മയുടെ ശക്തികളെ, അവൻ അഴിച്ചുവിടുന്ന മൂല്യശോഷണങ്ങളുടെ അവസ്ഥകളെ, വിശ്വാസത്യാഗത്തിൻ്റെ അനുഭവങ്ങളെ, സഭയിൽ നിന്നും സമൂഹത്തിൽ നിന്നും അകന്നു പോകാനുള്ള പ്രവണതകളെ എല്ലാറ്റിൻ്റെയും മുമ്പിൽ നിന്നിട്ട് നമുക്ക് സ്വർഗത്തെ അമ്മയോട് സഹായം ചോദിക്കാം. സർപ്പത്തിൻ്റെ തലയെ തകർത്തവളോട് ശക്തമായ സഹായം ചോദിക്കാം. എങ്കിൽ മാത്രമേ ഈ ഒരു കാലഘട്ടത്തിൻ്റെ അവസ്ഥകളെ, വെല്ലുവിളികളെ തരണം ചെയ്ത് വിശ്വാസത്തിൻ്റെ തീർത്ഥയാത്ര നമുക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരിക്കൽ പോലും നമ്മുടെ ഇടയിൽ ഒരാളുടെ പോലും ആത്മാവ് നശിച്ചു പോകാതിരിക്കാൻ ഈ അമ്മയുടെ ശക്തമായ സഹായം നമുക്ക് ആവശ്യമുണ്ട്. എല്ലാ വിശുദ്ധരും അനുഭവിച്ചിരുന്നു ഈ ഒരു വലിയ യാഥാർത്ഥ്യം. ഈ ആത്മീയ യുദ്ധത്തിൽ ശക്തമായൊരായുധമാണ് പരിശുദ്ധ അമ്മ ജയിക്കാനായിട്ട് നമുക്ക് നൽകിയിട്ടുള്ളത്. എന്നും നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ജപമാല തന്നെ. ഈ തിന്മയുടെ ശക്തികളെ തകർക്കാൻ ഇതിനേക്കാളും ഏറ്റവും ഉപയോഗപ്രദമായ മറ്റൊരായുധമില്ല എന്ന് അമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി ജപമാല എന്നുള്ള ആയുധം നമ്മുടെ കൈകളിലെടുത്തുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധികളെ നമുക്ക് തരണം ചെയ്യാം. ഈ ആത്മീയ യുദ്ധത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന്, അമ്മയുടെ സൈന്യനിരയോട് ചേർന്ന് നമുക്കും ധീരമായി പോരാടാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരുമിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളുടെ ആത്മാവിനെതിരെ നടക്കുന്ന യുദ്ധങ്ങളിലും യുദ്ധമുന്നണികളിലും യുദ്ധതന്ത്രങ്ങളെയും അതിജീവിക്കാനും ജയിക്കാനുമുള്ള വലിയ അനുഗ്രഹം നിന്നോട് ചേർന്ന് ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ നിലയുറപ്പിക്കണമേ. ഞങ്ങളുടെ തകർച്ചകളിലും വേദനകളിലും സങ്കടങ്ങളിലും അമ്മ കൂട്ടിന് നിൽക്കണമേ. ഒരിക്കലും തളരാത്ത വിശ്വാസത്തോടുകൂടി ജീവിതത്തെ ക്രമീകരിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ. സ്വർഗത്തിലെത്തുവോളം ഞങ്ങളുടെ ആത്മാക്കൾക്ക് വലിയ സംരക്ഷണം നൽകണമേ. ആമേൻ. പരിശുദ്ധ അമ്മ വഴി യേശുവിലേക്ക് പ്രപഞ്ചം കണ്ടതിൽ ഏറ്റവും നല്ല വ്യക്തിയായ മറിയത്തെയാണ് ദൈവപുത്രൻ്റെ അമ്മയാകുവാൻ സ്വർഗപിതാവ് തിരഞ്ഞെടുത്തത്. സ്വർഗം തിരഞ്ഞെടുത്ത അമ്മയ്ക്കൊപ്പം പ്രിയപ്പെട്ടവരെ നമുക്കും ചേർന്നിരിക്കാം. നമ്മുടെ ജീവിതങ്ങളാകുന്ന പുഷ്പങ്ങളെ അമ്മയുടെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് തുടർന്ന് വരുന്ന ഗാനത്തോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കന്യാമറിയമേ കനിവിൻ കടലേ കൈകൂപ്പും നടിയാ നിൻ പാദപൂജ മലരുകളാക്കി തീർക്കേണമേ ഞങ്ങളെ എന്നും ഓർക്കേണമേ ഞങ്ങളെ. കന്യാമറിയമേ കനിവിൻ കടലേ കൈകൂപ്പും നടിയാ നിൻ പാദപൂജ മലരുകളാക്കി തീർക്കേണമേ ഞങ്ങളെ എന്നും ഓർക്കേണമേ ഞങ്ങളെ. പരിശുദ്ധ അമ്മേ മാതാവേ, ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ആശ്രയം വയ്ക്കുവാൻ നീ അല്ലാതെ മറ്റാരുമില്ല.
മറ്റൊന്നുമില്ല. ഞങ്ങളത് തിരിച്ചറിയുന്നു, ഞങ്ങളത് വിശ്വസിക്കുന്നു. അമ്മേ, ജീവിതം മടുത്തു എന്ന് ചിന്തിക്കുമ്പോൾ പ്രത്യാശയുടെ പൊൻദീപമായി ഉദിച്ചുയരുന്ന നിന്നെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ മുഖത്തേക്ക് നോക്കി നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് അമ്മയോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. വിണ്ണിൻ വിളക്കായി നീ മണ്ണിൽ തിളങ്ങണമെന്നും. വിണ്ണിൻ വിളക്കായി നീ മണ്ണിൽ തിളങ്ങണമെന്നും. മിന്നും തിരുമുഖം അല്ലാതില്ല മണ്ണിലൊരാലംബം വേറെ. മിന്നും തിരുമുഖം അല്ലാതില്ല മണ്ണിലൊരാലംബം വേറെ. ഞങ്ങൾക്കു മണ്ണിലൊരാലംബം വേറെ. കന്യാമറിയമേ, കനിവിൻ കടലേ, കൈകൂപ്പും നടിയാ നിൻ പാദപൂജ മലരുകളാക്കി തീർക്കേണമേ ഞങ്ങളെ. എന്നും ഓർക്കേണമേ ഞങ്ങളെ. പ്രിയപ്പെട്ടവരെ, മാലാഹ പറഞ്ഞത് എത്രയോ സത്യമാണല്ലേ. പരിശുദ്ധ അമ്മ സ്ത്രീകളിൽ വെച്ച് ഏറ്റവും ഭാഗ്യവതിയായ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് സ്തുതിക്ക് യോഗ്യയായ അമ്മയോട് ചേർന്ന് ത്രിത്വിക ദൈവത്തെ നമുക്ക് പാടി സ്തുതിക്കാം. മഹിതകളിൽ മാണിക്യം നീ, സ്തുതികൾക്കു യോഗ്യയും നീ. മഹിതകളിൽ മാണിക്യം നീ, സ്തുതികൾക്കു യോഗ്യയും നീ. എൻ മഹനീയ സ്നേഹത്തിൻ മടിത്തട്ടിലെന്നും പരിപാലിച്ചിടേണമേ. എൻ മഹനീയ സ്നേഹത്തിൻ മടിത്തട്ടിലെന്നും പരിപാലിച്ചിടേണമേ. എന്നും പരിപാലിച്ചിടേണമേ. കന്യാമറിയമേ, കനിവിൻ കടലേ, കൈകൂപ്പും നടിയാ നിൻ പാദപൂജ മലരുകളാക്കി തീർക്കേണമേ ഞങ്ങളെ. എന്നും ഓർക്കേണമേ ഞങ്ങളെ. എന്നും ഓർക്കേണമേ ഞങ്ങളെ. ശാന്തമാകാം. ഒരിക്കൽ കൂടി നമുക്ക് നമ്മുടെ അമ്മയോട് പ്രാർത്ഥിക്കാം. സ്വർഗം തിരഞ്ഞെടുത്തു തന്ന നമ്മുടെ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയെ വണങ്ങാത്ത, അമ്മയിൽ വിശ്വാസമില്ലാത്ത അനേക ആയിരങ്ങളെ ഈ നിമിഷം അമ്മയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അമ്മയുടെ ആ ശക്തിയും അമ്മയുടെ സ്നേഹവും അവരെല്ലാവരും തിരിച്ചറിയുവാൻ അമ്മ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ വ്യക്തിജീവിതങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കാം. നമ്മുടെ കുടുംബത്തിലുള്ള അസ്വസ്ഥതയും ദുഃഖങ്ങളും ആവലാതികളും എല്ലാം അമ്മയോട് പറയാം. എന്നിട്ട് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ശാന്തഗുണമുള്ള പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തി നിറയ്ക്കണമേ. പ്രാർത്ഥിക്കാമോ?
ശാന്തഗുണമുള്ള പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തി നിറയ്ക്കണമേ. എല്ലാവരും ആത്മന ഒരിക്കൽ കൂടി ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കട്ടെ. ശാന്തഗുണമുള്ള പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തി നിറയ്ക്കണമേ. ആമേൻ.